ഇത് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു അമെൻമെൻറ്റ് ആണ്. 2024 ആരോഗ്യപരമായ പല പ്രശ്നങ്ങളെ കൊണ്ട് ഇതിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായിട്ടുള്ള ഞാൻ എല്ലാ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പബ്ലിക് വേദികളിൽ നിന്നൊക്കെ വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനവും രാജിവെക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ആകെ ഒരഴിച്ചുപണി നടത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പുതിയ ആളുകളെ പലരെയും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അവരെ കൊണ്ടൊക്കെ നമ്മളുടെ ലക്ഷ്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്താതെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി വികസന സ്വഭാവത്തോടു കൂടിയിട്ട് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് പുതിയ ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ അമെൻമെൻറ്റ്. അതിൽ ഒരു സ്ട്രോങ് സജഷൻ വന്നിരിക്കുന്നത് നാലപ്പാട്ട് കുടുംബത്തിലെ തന്നെ പുതിയ തലമുറകളിൽ നിന്നുള്ള കുറേ പേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ആലപ്പാട്ട് നാരായണ മേനോൻ്റെ ഗുരുകുലത്തിൽ നിന്ന് ഉള്ള നമുക്കുള്ള ട്രഡിഷൻ ആർഷജ്ഞാനം ആണ്. ആർഷജ്ഞാനം എന്നാൽ ആർഷഭാരതത്തിലെ ഋഷിമാരുടെ വിസ്ഡം ഓഫ് ദ ഋഷീസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നാണ് അർത്ഥം. ഒരു പുസ്തകം എന്ന് മാത്രമല്ല. അപ്പോൾ ഋഷിമാരുടെ ആ ജ്ഞാനത്തിലേക്ക് നമ്മുടെ ഋഷികവി എന്ന അക്കിത്തം വിളിച്ച ആലപ്പാട്ട് നാരായണ മേനോൻ നമ്മളെ ഓൾറെഡി നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങളെ കൊണ്ട് ആ ട്രഡീഷനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആർഷജ്ഞാനം എന്ന് പറയുമ്പോൾ അങ്ങനെ എളുപ്പത്തിലെടുത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. ഋഷിമാരുടെ വിസ്ഡം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് അങ്ങനെ എല്ലാവർക്കും കിട്ടണമല്ല. അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ്, ഒരു ചിന്താബന്ധുരമായ ഒരു വഴി, സീരിയസ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളും മറ്റും കൈകാര്യം ചെയ്യാനും അവയെ ഗ്രഹിക്കാനും അവയെ മറ്റുള്ളവരിലേക്ക് പകരാനും ബോധിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി, ഒരു അനലിറ്റിക്കൽ മൈൻഡ്, ഒരു ജിജ്ഞാസയുള്ള മൈൻഡ്, ഇതൊക്കെ നമുക്ക് മൂലധനമായിട്ട് ആവശ്യമുണ്ട് ആർഷജ്ഞാനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. അങ്ങനെയുള്ള ഒരു ഉപനയനം ആലപ്പാട്ട കുട്ടികൾക്ക് മാത്രമല്ല പുറമേയുള്ള കുട്ടികൾക്കും ഇപ്പം ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് പൊന്നേർക്കുളം വന്നേരി നാടിൻ്റെ ഭാഗമായിരുന്നല്ലോ. ആ വന്നേരി നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും ജ്ഞാനികളും സഞ്ചരിച്ചിരുന്ന ആർഷജ്ഞാനത്തിൻ്റെ വഴി ഇപ്പോൾ പുന്നേർക്കുളത്ത് അടക്കം എല്ലാവർക്കും അന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. വായനക്കാരില്ലാതെയല്ല, വായനക്കാരുണ്ട്, പക്ഷെ അവർ വായിക്കുന്ന സംഗതികളൊന്നും ആർഷജ്ഞാനവുമായിട്ട്, അതായത് ഋഷിമാരുടെ വിസ്ഡവുമായിട്ട് ബന്ധമുള്ളതല്ല. അവർ വളരെ പോപ്പുലർ റീഡിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക്, അതിന് അത്ര വലിയ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല, ആർക്കും എന്തും വായിക്കാമെന്നുള്ള ആ ലെവലിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല തുടക്കം അവർക്കൊക്കെ ഒരു ആർഷജ്ഞാനത്തിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു തുടക്കം നമ്മുടെ ട്രസ്റ്റ് വഴി ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആലപ്പാട്ടുള്ള കുറേ ആളുകളെ കൂടി പുതിയ തലമുറകളിലെ ആളുകളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള സജഷൻ വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു അമെൻമെൻറ്റ്. ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആവാൻ നമുക്ക് പുതിയൊരാളെ നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒഴിയുന്ന പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാലാമണി അമ്മയുടെ ബ്രാഞ്ചിൽ മൂത്ത ഗ്രാൻഡ് സൺ ആയ മോനുവിൻ്റെ ഭാര്യ ലക്ഷ്മിഭായ് നാലപ്പാട്ടിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിഭായിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 ബ്രാഞ്ചിൽ നിന്നുമുള്ള കുറച്ച് വർക്കിംഗ് പ്രസിഡൻറ്റുമാരെ കൂടി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവർ 2 ബ്രാഞ്ചിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അതിൽ മെഡിക്കൽ സയൻസ് ഉള്ളവരുമുണ്ട്, മെഡിക്കൽ സയൻസിലില്ലാത്തവരും അതിലുണ്ട്. ഈ ട്രസ്റ്റ് പ്രധാനമായിട്ടൊരു ഹെൽത്ത് ഓറിയൻറ്റഡ്, മ്യൂസിക് തെറാപ്പി ഓറിയൻറ്റഡ്, ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് പ്രോജക്റ്റ് കൂടെ ഉൾപ്പെട്ടതായതുകൊണ്ട് ഹെൽത്തിലുള്ള ആളുകളെ കൂടെ ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ അജയ് കുമാർ, പിന്നെ മാധവചന്ദ്രൻ,
ബാലാമണി വിനയകുമാർ ആൻഡ് വിനയകുമാർ. ഡോക്ടർ വിനോദ് കുമാർ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ മാലിനി വിനോദ് കുമാർ. വിജയഗോപാൽ ആലപ്പാട്ട്, എൻ്റെ മാലിനി വിജയഗോപാൽ ഭാര്യ. പിന്നെ സായിവാണി ആലപ്പാട്ട്. അഭിലാഷ് നാലപ്പാട്ട്. ഇവരൊക്കെയാണ് ലക്ഷ്മിഭായ് നാലപ്പാട്ടിൻ്റെ അസിസ്റ്റൻറ്റുമാരായിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ. കൂടുതൽ ആളുകളെ ചേർക്കണമെന്ന അഭിപ്രായമുള്ളവർ ആ നോമിനേഷൻ പുതിയ സെക്രട്ടറിമാരിൽ ഒരാളായ സുധാ നാലപ്പാട്ടിനെ അറിയിക്കുക. ആരെങ്കിലും വേറെ ഉൾപ്പെടുത്താൻ ബാക്കി വിട്ടുപോയതോ മറന്നുപോയതോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നാഗ്രഹമുള്ളവർ ആ പേരുകൾ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സുധാ നാലപ്പാട്ടിനെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അമെൻമെൻറ്റിൽ ചേർക്കാം ആ പേരുകൾ കൂടി. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രനാണ്. ശ്രീകുമാരിയെ സഹായിക്കാനായിട്ട് വൈസ് പ്രസിഡൻറ്റുമാരുടെ ഒരു ടീമിനെ തന്നെ നമുക്ക് പുതുതായിട്ട് നോമിനേറ്റ് ചെയ്യാം. ഇതിൽ അനുരാധ നാലപ്പാട്ട്, അനുപമ നാലപ്പാട്ട്, പിന്നെ സുഷമ നാലപ്പാട്ട്, സംഗീത ആൻഡ് സരിത അശോകൻ നാലപ്പാട്ട്, പി ഭാരതി, പി പാർവതി. ഇവരൊക്കെയാണ് ഉള്ളത്. ഇവരുടെ കുട്ടികൾ ഇതിൻ്റെ പിന്നത്തെ തലമുറയിലത്തെ കുട്ടികളെല്ലാം കൂടി ഒരു ചെറിയ ബാലസമിതി പോലെ അപ്രന്റീസുകളായിട്ട് ഇവരുടെ കൂടെ. അതെന്തിനാന്ന് വെച്ചാൽ ഓരോ മാതാപിതാക്കളും അവരുടെ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് തങ്ങളുടെ താവഴിയിലത്തെ എല്ലാ കുട്ടികളെയും ഇതിലേക്കൊന്ന് നയിക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ഡിസ്കഷൻസ് അവരെ കൊണ്ട് കേൾപ്പിക്കുക, അതിലത്തെ വീഡിയോസ് അവരെ കൊണ്ട് കേൾപ്പിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ലയോ എന്നുള്ള വേറെ കാര്യം. എന്തായാലും കേൾക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ കേൾക്കുന്നതും കൂടുതൽ അറിയുന്നതും പിന്നീട് അവർക്കതിനെപ്പറ്റിയൊരു ചിന്തിക്കാനുള്ളൊരു പ്രേരണ കൊടുക്കും. അതുകൊണ്ട് അത് പാരൻസും ഗ്രാൻഡ് പാരൻസും ഈ ബാലസമിതിക്കാരെ, അതായത് ഇവരുടെയൊക്കെ മക്കളെ, ആളെന്നില്ല, എല്ലാവരുടെയും മക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരുടെ പേരും ഇതിൽ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു വൈസ് പ്രസിഡൻറ്റുമാരുടെ സമിതി നമ്മൾ പുതുതായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി നമ്മുടെ ആദ്യകാലം മുതലുള്ള സെക്രട്ടറി അശോകൻ നാലപ്പാട്ടായിരുന്നു. അശോകൻ മരിച്ച ശേഷം ഡോക്ടർ നിതിനാണ് സെക്രട്ടറിയായിട്ട് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു അമെൻമെൻറ്റ് വഴി എഴുതി ചേർത്തിട്ടുണ്ട്. നിതിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റേതായ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രേഖകളും. ഫോർ എക്സാമ്പിൾ ബാങ്ക് ബുക്കുകൾ, പിന്നെ പാൻ കാർഡ്, പിന്നെ രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽസ്, മിനിറ്റ്സ് ബുക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എല്ലാം വെച്ചിരിക്കുന്നത് നിതിൻ്റെ കയ്യിലാണ്. അതൊക്കെ ഇനിയും നിതിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും അതിന് അവകാശപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചാൽ അത് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല നിതിനിലാണ് ഇരിക്കുന്നത്. നിതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതിനായിട്ട് ഒരു സെക്രട്ടറിയെ കൂടി കൊടുക്കുന്നുണ്ട്. അത് നാലപ്പാട്ട് തറവാട്ടിലെ വളരെ തലമുതിർന്ന ഒരു അംഗമായ സുധാ നാലപ്പാട്ടാണ്. 2 സെക്രട്ടറിമാർ. കൂടാതെ നിതിൻ മുൻകൈ എടുത്തിട്ട് 2 സെറ്റ് നമ്മളുടെ ബുക്സിൻ്റെ PDF കോപ്പികളുടെ 2 സെറ്റ് ബൈൻഡ് ചെയ്തിട്ട് ബുക്കുകളാക്കിയിട്ട് ഒരു സെറ്റ് നിതിൻ്റെ വീട്ടിലും ഒരു സെറ്റ് എൻ്റെ വീട്ടിലും കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതിലത്തെ ഈ പുസ്തകങ്ങൾ നമുക്ക് ഡിസ്കഷന് വെക്കണം, പുസ്തക ചർച്ച. അതിന് 2 ആളുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
ഒന്ന് എൻ്റെ വീട്ടിലുള്ള പുസ്തകങ്ങൾ ഗുരുവായൂർ തന്നെയുള്ള ജയപ്രകാശ് കേശവനും എഴുവപ്പാടി ശ്രീകുമാറും ഗുരുവായൂരിൽ വെച്ച് പ്രതിമാസ ചർച്ചകൾ നടത്താം എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ചർച്ചകളുടെ വീഡിയോ എടുക്കുകയും നമ്മുടെ യൂട്യൂബ് ചാനലിന് 3.67K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ ഇത് നമുക്ക് പോസ്റ്റ് ചെയ്യാം ഈ ചർച്ചകൾ. പിന്നെ കൂടാതെ ഈ ചർച്ചകൾ ഏറ്റവും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിക്ക് ആനുവൽ ഫംഗ്ഷനിൽ വെച്ച് നമുക്കൊരു ഫെലിസിറ്റേഷൻ കൊടുക്കുകയും ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ഇതുപോലെ വേറെ ഇതിൻ്റെ വീട്ടിലിരിക്കുന്ന സെറ്റ് ബുക്സ് തപസ്യയുടെ ഉയർന്ന ഒരു ഭരണസാരഥിയായിട്ടുള്ള അനൂപ് നമ്പ്യാർ കുന്നത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തപസ്യ ചർച്ചാവേദികളിൽ ആ പുസ്തകങ്ങൾ ചർച്ച ചെയ്യും. ഇത് നമ്മൾ ഈ പുസ്തക ചർച്ച എന്ന് പറയുമ്പോൾ കഴിയുന്നതും പ്രഗത്ഭമതികളും പ്രബുദ്ധരുമായിട്ടുള്ള വായനക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സാധാ പോപ്പുലർ വായനക്കാരെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ബുക്സ് അല്ല ഇത്. ആർഷജ്ഞാനത്തിൻ്റെ ഗരിമയ്ക്കും അതിൻ്റെ മഹിമയ്ക്കും തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത്. 210 പുസ്തകങ്ങളാണ് നമ്മളുടെ ട്രസ്റ്റിൻ്റെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 48% മാത്രമേ PDF ആക്കി ബുക്കാക്കിയിട്ട് നമ്മൾ 2 സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇനിയും കിടക്കുകയാണ്. അതിനി ചർച്ചകളുടെ സമയത്ത് ആരെങ്കിലും വായിച്ചതായിട്ടുള്ള ആളുകൾ അത് ഇന്ന പുസ്തകം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അതുകൂടി എടുത്തിട്ട് പുസ്തക രൂപത്തിലാക്കിയിട്ട് വെക്കാം, 2 സെറ്റാക്കിയിട്ട് തന്നെ. അതിനുള്ള വായനക്കാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ബാക്കിയുള്ളത് കൂടി നമുക്ക് പുസ്തക രൂപത്തിലാക്കി ഈ ചർച്ചാ വേദികളിൽ വയ്ക്കാം. ഖജാൻജിയായിട്ടും ഇവൻറ്റ് മാനേജ്മെൻറ്റിനും ഇരിക്കുന്നത് VR അജീഷ് കുമാർ. അദ്ദേഹം തന്നെ ഇത് തുടരും. ഇത് വേറൊന്ന് 2 പേര്, അതായത് ഗുരുവായൂരിലുള്ള ജയപ്രകാശ് കേശവനെയും എഴുവപ്പാടി ശ്രീകുമാറിനെയും 2 അഡീഷണൽ സെക്രട്ടറിമാരായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഈ പുസ്തക ചർച്ച ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനും അതിൻ്റെ യൂട്യൂബിലേക്കുള്ള ഇതൊക്കെ തരാനുമൊക്കെയാണ്. നമ്മുടെ യൂട്യൂബിലെ ഞാൻ പറഞ്ഞ പോലെ 3.67K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ആളുകളെ ഈ ഡിസ്കഷൻ എത്തിക്കാൻ സാധിക്കും. ആർഷജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് എത്രയും പേരെ, അതായത് ഋഷിമാരുടെ ഇഷ്ടത്തിലേക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ളൊരു പാതയായിട്ട് ഈ ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ കാര്യങ്ങൾ എനിക്ക് ഇരുന്ന് എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ യൂട്യൂബിലേക്ക് പറയുകയാണ്. ഇത് നന്നായിട്ട് കേട്ട് നല്ല അക്ഷരത്തിൽ എഴുതിയെടുത്ത് നമ്മൾ തൃശ്ശൂരിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഈ അമെൻമെൻറ്റ് ഇതിലേക്ക് എഴുതി ചേർക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് മറ്റുള്ള നോമിനേഷനുള്ള മറ്റുള്ള ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് കിട്ടിയ തിരക്കട്ടില്ല. എനിക്ക് പുന്നൂർക്കുളം ശാഖയുടെ മാത്രം സപ്പോർട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എടക്കുളത്ത് തിരുനാവായ ഭാഗത്തുള്ള ശാഖയുടെ സപ്പോർട്ടും അവരുടെ പാർട്ടിസിപ്പേഷനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 4-5 ആളുകളുടെ പേര് പറയുകയാണ്, നോമിനേറ്റ് ചെയ്യുകയാണ്. അവരും അവരുടെ മറ്റ് ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെയുള്ള ആളുകൾ കൂടി സുധാ നാലപ്പാട്ടിനെ ബന്ധപ്പെട്ട് അവരവരുടെ വില്ലിങ്നെസ്സും എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതും പറയണം എന്ന് അപേക്ഷിക്കുകയാണ്. എടക്കുളത്തെ ശാഖയിൽ നിന്നുള്ള ആളുകളുടെ പേരുകൾ ഞാൻ എൻ്റെ ഉള്ള അറിവ് വെച്ച് കുറച്ചാളുടെ പേര് മാത്രം ഞാൻ പറയുന്നു. രത്നം മേനോൻ എന്ന മണി, ദിലീപ് മേനോൻ ആൻഡ് ബിന്ദു ഗോപികൃഷ്ണൻ, ലളിത മോഹനചന്ദ്രൻ ചെന്നൈയിൽ നിന്നുള്ളത്,
പിന്നെ ദേവി ഉഷ. ബാക്കിയുള്ള എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും അവരവരുടെ പേരുകൾ സുധേനെ അറിയിക്കുക. അത് ഇതിൽ ചേർക്കാൻ അവളിപ്പോൾ പുതിയ സെക്രട്ടറി ആണല്ലോ, അവളും നിതിനും കൂടി ചെയ്തോളും. പിന്നെ ഈ ഇതിൽ നമ്മൾ ഈ അപ്പൻഡിക്സ് നമ്മൾ എഴുതി ചേർത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലുള്ള മെമ്പേഴ്സ് രജിസ്ട്രാറുടെ ഓഫീസിൽ പോകേണ്ടി വരും. അതിന് ഡോക്ടർ നിതിൻ, രമണി അശോകൻ നാലപ്പാട്ട്, സരിത അശോകൻ നാലപ്പാട്ട്, പിന്നെ ജയപ്രകാശ് കേശവൻ, എഴുവപ്പാടി ശ്രീകുമാർ, ഇവരൊക്കെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ളവരാണ്. ഇവരെല്ലാവരും കൂടി മുൻകൈ എടുത്ത് ഇത് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ ഹെറിറ്റേജ് ആണ് ആർഷജ്ഞാനം, ദ വിസ്ഡം ഓഫ് ദ ഋഷീസ് ഓഫ് ഭാരത്. ആ ആർഷജ്ഞാനം ഋഷികവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ നമുക്ക് പകർന്നു തന്ന, മലയാള ഭാഷയിൽ പകർന്നു തന്ന ഒരു നിധിയാണ്. ആ ട്രഡീഷനിലേക്ക് എല്ലാ പുതിയ തലമുറക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യത്യാസം ഭരണഘടനയിലും അതിലത്തെ മെമ്പേഴ്സിൻ്റെ പേരിലും മറ്റേ ഡ്യൂട്ടീസിലുമൊക്കെ ഉള്ള ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ വരുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന.